കാസർഗോഡ് തോരോത്ത് വിഷം ഉള്ളിൽ ചെന്ന് ചികിത്സയിലായിരുന്ന 19-കാരി മരിച്ച സംഭവത്തിലേക്കാണ്. അനശ്വര എന്ന വിദ്യാർത്ഥിനിയാണ് ബംഗളൂരുവിലെ ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. +2 പഠനത്തിന് ശേഷം ഉപരിപഠനത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അനശ്വര. ബേഡകം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. KV ബൈജു ചേരുന്നു വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന്. ബൈജു ഒരു കൗമാരക്കാരിയാണ്. +2 പഠനത്തിന് ശേഷം ഉന്നത പഠനത്തിന് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ നടക്കുകയായിരുന്നു. അതിനിടെയാണ് അനശ്വരയുടെ മരണം സംഭവിക്കുന്നത്. ഈ ആത്മഹത്യക്കുള്ള കാരണം എന്താണ്? ആത്മഹത്യക്കുറിപ്പോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ടോമേ, ഈ 19 വയസ്സുകാരിയായ അനശ്വരയുടെ മരണം അത് സംബന്ധിച്ച് ദുരൂഹത ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതിൽ ബേഡകം പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ പോലീസ് പറയുന്നത് ഇതിൽ വീട്ടുകാർക്ക് ആർക്കും തന്നെ ഇത്തരത്തിൽ ഈ വിഷം കഴിച്ച കാര്യം അറിഞ്ഞിരുന്നില്ല. അങ്ങനെ വയറുവേദന ഉണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവിടെയുള്ള കുണ്ടംകുടിയിൽ തന്നെയുള്ള ഒരു ക്ലിനിക്കിലാണ് ആദ്യം ചികിത്സ തേടുന്നത്. പിന്നീട് ബേഡെടുക്ക താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. നില വഷളായതിനെ തുടർന്ന് സഹകരണ ആശുപത്രിയിലേക്കും പിന്നീട് മംഗളൂരുവിലേക്കും മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മംഗളൂരിൽ നിന്നാണ് ഇന്നലെ രാത്രിയോടുകൂടി അനശ്വര മരണപ്പെടുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് ഈ വീട്ടുകാർക്ക് ഇത് സംബന്ധിച്ച് എന്താണ് ഈ ഒരു ജീവനെടുക്കാൻ ഇടയായത് അല്ലെങ്കിൽ ഇങ്ങനെ വിഷം കഴിക്കാൻ ഇടയായ സാഹചര്യം എന്നത് സംബന്ധിച്ച് അവർക്ക് വ്യക്തതയില്ല. ഇതിലിപ്പോൾ അനശ്വരയുടെ ഫോൺ അത് വിശദമായി പരിശോധിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരം അന്വേഷണത്തിലേക്ക് ഏതായാലും പോലീസ് കടന്നിട്ടുണ്ട്. ആരാണ് അനശ്വരയുടെ ജീവിതത്തിൽ വില്ലനായത്? അതാണ് ഇനി പ്രധാനമായും അറിയേണ്ടത്. എന്തായാലും ഇങ്ങനെ 19 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു കുട്ടി വലിയ പ്രതീക്ഷകളുമായി ഒരു കുടുംബത്തിന്റെ ഒരു മകളാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടത്. ആ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്, അനശ്വരയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നാണ് ഇനി അറിയേണ്ടത്. അത്തരം അന്വേഷണം ഇനി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെ അറിയിച്ചിട്ടുള്ളത്. ഇവർ ഈ തോരോത്ത് തന്നെ ഈ DYFയുടെ യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം കൂടിയായിരുന്നു അനശ്വര. പഠനത്തിലൊക്കെ മിടുക്കിയായിരുന്നു. സുഹൃത്തുക്കളോട് ആരോടും തന്നെ ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നം ഉള്ളതായി പങ്കുവച്ചിട്ടില്ല എന്നാണ് പോലീസ് പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു വിഷം അകത്ത് ചെല്ലാനിടയായ സാഹചര്യം, അങ്ങനെ വിഷം കഴിച്ചതാണോ, അത്തരം കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. ഇപ്പോഴും ഇതിലൊരു ദുരൂഹത തുടരുന്നുണ്ട്. പോലീസ് അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇനിയിപ്പോൾ വിശദമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകൂ കേട്ടോ. യെസ്, അങ്ങനെ ഒരു കുടുംബാംഗങ്ങൾക്ക് എന്തോ ഈ മരണവുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും ആക്ഷേപമുണ്ടോ? ഈ വലിയൊരു മാനസിക സംഘർഷം ഈ അനശ്വരയെ അലട്ടിയിരുന്നോ? അതിൻ്റെ കാരണം എന്താണെന്ന് ഒരു സംശയം അവർ ഉന്നയിക്കുന്നുണ്ടോ? ടോമേ, സംശയകരമായ സാഹചര്യം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് ഈ പിതാവ് ഇത്തരത്തിൽ മൊഴി നൽകിയിരിക്കുന്നത്. അതായത് പിതാവിന്റെ പരാതിയിൽ തന്നെയാണ് ബേഡകം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുള്ളത്. അങ്ങനെ സംശയകരമായ സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. സുഹൃത്തുക്കളോടും അനശ്വര ഏതെങ്കിലും തരത്തിൽ ഒരു വിഷമം പങ്കുവച്ചിട്ടില്ല. പിന്നീട് എന്താണ് സംഭവിച്ചത് ഇനി വ്യക്തമായി അറിയണമെങ്കിൽ ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതുണ്ട്. അതോടൊപ്പം ഈ ഫോൺ, അനശ്വരയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സൈബർ പോലീസ് അത് സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഈ കോളുകളോ മറ്റോ ഇതിൽ നിരന്തരം ഉണ്ടായിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളാണ് പോലീസ് പ്രാഥമികമായി പരിശോധന നടത്തുന്നത്. ഏതായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വളരെ പ്രധാനമാണ്. ഏത് തരത്തിലുള്ള വിഷം അത് കഴിച്ചാണ് ഇങ്ങനെ ഒരു മരണത്തിനിടയായത്, അത്തരം കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഇതിലൊരു ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അപ്പോഴും ഇതിൽ എന്താണ് കാരണമെന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല കേട്ടോ. യെസ്, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് 19-കാരി ജീവനൊടുക്കിയ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.